ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ് അല്ലേ. ഈ ഒരു എക്സാം ഏറ്റവും നന്നായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു എക്സാമിന് അവസാന ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എസ്സേ ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാണ്. കൃത്യമായി പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. എന്താണ് ഈ റെലവെന്റ് ആയിട്ടുള്ള കാര്യം? വാട്ട് ആർ ദ പ്രോബ്ലം കോസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു? ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി ഒരു പ്രശ്നമാണ് അല്ലേ. സോ നോക്കിയേ നിങ്ങൾ, ഇതിന്റെ ആൻസർ നമുക്ക് എന്തൊക്കെയാണ്? കോസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്രോബ്ലംസ്, ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ കാര്യം. കോസ് ഫാമിലി പ്രോബ്ലംസ് ആൻഡ് എക്കണോമിക് ക്രൈസിസ്, അത് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാവുന്നു. അടുത്തത് ഇൻക്രീസ് ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കോസ് സൂയിസൈഡൽ ടെൻഡൻസീസ് ആൻഡ് ആക്സിഡന്റൽ ഡെത്ത്, ആത്മഹത്യ, അപകട മരണം, ഇതിനൊക്കെ എന്താവുന്നുണ്ട്? കാരണമാവുകയും ചെയ്യുന്നു. ഈ പോയിന്റ് ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ സൊസൈറ്റി? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയും? ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. പിന്നെന്ത് പ്രശ്നമാണുള്ളത്? ക്രൈംസ് സച്ച് ആസ് denial of the right to education, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നഷ്ടപ്പെടുത്തുക. ഡിഫറെൻറ്റ് വേജസ് ഫോർ ദി സെയിം ജോബ്, ഒരേ ജോലിക്ക് വ്യത്യസ്തമായ കൂലി കൊടുക്കുക അല്ലേ. ആൻഡ് എന്താണ്? ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൂവിങ് ദെയർ എബിലിറ്റീസ്, അവരെ കഴിവുകൾ തെളിയിക്കാൻ അവസരം നൽകാതിരിക്കുക. ആൻഡ് അവോയ്ഡ് ഫ്രം ദി പബ്ലിക് ആക്ടിവിറ്റി, പൊതുവായ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. മറ്റൊരു ചോദ്യം നോക്കിയേ, നമ്മുടെ എന്താണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. റൈറ്റ് എനി 4 ഫങ്ഷൻസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതെങ്കിലും 4 ചുമതലകളാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ പറയാം? സൂപ്പർവൈസ് ദ എലക്ഷൻ, തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നു, എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഡിക്ലെയർ ഓഫ് ദി ഡേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി നിശ്ചയിക്കുന്നു, അതായത് തിരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിക്കുന്നു. അലോട്ട് ഇലക്ഷൻ സിംബൽസ്, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. വോട്ടിംഗ് നടത്തുന്നു. കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് അല്ലെ, വോട്ടിൽ എണ്ണൽ നടത്തുന്നു. ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, ഫലപ്രഖ്യാപനം നടത്തുന്നു. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയാ. മറ്റൊരു ചോദ്യം നോക്കി നിങ്ങൾ, റൈറ്റ് ദ റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ടു കറക്റ്റ് ഇലക്ഷൻ പ്രോസസ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ചില 4 എണ്ണം പറയാം അല്ലെ. ഐഡന്റിറ്റി കാർഡ് വിത്ത് വോട്ടേഴ്സ് ഫോട്ടോ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്, ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള വോട്ടർ ID കൊണ്ടുവന്നു. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പാരൻസിൻ്റെ എടുത്ത് നോക്കിയാലൊക്കെ വോട്ടർ ID നമുക്ക് എന്ത് കാണാം? ഫോട്ടോ ഉള്ളത് കാണാമല്ലേ. ലിമിറ്റ് ഹാസ് ബീൻ സെറ്റ് ഓൺ ദ ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് ദി കാൻഡിഡേറ്റ്. ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരാൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ്? നമുക്ക് പൈസ ചിലവാക്കാം, പക്ഷെ അതിനെന്താണ്? ഒരു പരിധി നിശ്ചയിച്ചു അല്ലേ. ഇംപ്ലിമെന്റഡ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും കൃത്യമായ നിയമചട്ടങ്ങൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട നിയമാവലികൾ തയ്യാറാക്കി. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ത് ചെയ്തു? ആദ്യമായിട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ്. ആൻഡ് പബ്ലിഷ്ഡ് വോട്ടേഴ്സ് ലിസ്റ്റ് വിത്ത് ഫോട്ടോ ഓഫ് ഇലക്ടേഴ്സ് അല്ലെ. എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റ്? അല്ലെങ്കിൽ എന്താണ്? സമ്മതിദായകരുടെ, വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഫോട്ടോ പതിച്ചിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി നോട്ട സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. മറ്റൊന്നുകൂടി പഠിച്ചു വെച്ചോ, ഇലക്ടറൽ സിസ്റ്റം ഓഫ് ദി ഇന്ത്യ ഹാസ് ബീൻ സെർട്ടൈൻ ഡ്രോബാക്സ്, ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൺഡിസൈറബിൾ ടെൻഡൻസീസ് എന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും എന്താണ് ഉണ്ടാവാൻ പാടില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് പരിമിതികൾ നോക്കി. എന്തൊക്കെയാണ്? ഒന്ന് ഇൻഫ്ലുവൻസ് ഓഫ് മണി, പണത്തിൻ്റെ സ്വാധീനം. പണമുള്ള ആൾക്കാർ എന്താക്കുന്നു? അവർ ഇലക്ഷനിൽ ജയിക്കുന്നു. ആൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്നു അല്ലേ. മറ്റൊന്ന് ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ് അല്ലേ. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിക്രമങ്ങൾ ഉണ്ടാവുന്നു, കള്ളവോട്ട് ഉണ്ടാവുന്നു, വോട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവുന്നു. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇതൊക്കെ അല്ലേ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ചില ആൾക്കാർ അവരുടെ മതത്തിൽപ്പെട്ട, അവരുടെ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതെന്താ വെച്ചാൽ ജാതിയും മതവും അതിനൊരു കാരണമാവുന്നു. ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ് എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് കുറവാണ്. സോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ലൈവുകൾ കൃത്യമായിട്ട് നിങ്ങൾ കാണാം. ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ബൈ.